അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് CPM, അതായത് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ആദ്യമായിട്ട് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെനിക്ക് എന്ന് പറഞ്ഞാൽ കളിക്കാമെന്ന് വെച്ചാൽ ഞാനൊരു വണ്ടിപ്രാന്തനും കൂടിയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എനിക്ക് വണ്ടികൾ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് കണ്ടു. അപ്പോൾ ഇങ്ങനത്തെ കുറേ നാവാൻ വെയിറ്റ് അങ്ങനെ കുറേ യൂട്യൂബേഴ്സിനെ കണ്ട് ഇൻസ്പയർ ആയതാണ്. അപ്പോൾ നമുക്ക് കളിച്ച് നോക്കാൻ തോന്നുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. നമ്മളിന്ന് സിറ്റി 1 ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറേ ഉണ്ട്, കുറേ ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് അങ്ങോട്ട് പോകണമെന്നൊന്നും അറിയില്ല. ഇവിടെ മുകളിൽ മാപ്പും ഉണ്ട്. വീട്ടിൽ ഇതുണ്ടോ, നേരെ അങ്ങനെ ഒരു വഴി. അവിടെ നമുക്ക് പിന്നെ ഒരു ദിവസം കയറി നോക്കാം. ഇപ്പം വേണ്ട, നമുക്കൊന്ന് വളച്ചെടുക്കാം. ഇവിടെ ഇങ്ങനെയല്ല, റിവേഴ്സ് ഇവിടെയൊക്കെയാണ്. മനസ്സിലായി. ഞാനിത് ഗെയിം കളിച്ച് നോക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 39,000 39,000 രൂപ അങ്ങനെ കണ്ടുണ്ട് എൻ്റെ ഒരു. ഇപ്പോൾ ഞാനത് ആക്കിയതാണ്. കുറച്ച് ലെവൽ കളിച്ച് നോക്കി. ഞാൻ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇപ്പം ഇന്ന് എടുത്ത് നോക്കിയത്. ഞാനിത് വലിയ സ്ഥലത്തേക്കൊന്നും പോയിട്ടില്ല. ഞാൻ കുറച്ച് സ്ഥലത്തേക്ക് പോയിട്ടില്ല. ഞാൻ കൂടുതൽ സിറ്റി 1 കിടന്ന് കറങ്ങണേ. അപ്പം ഇതാണ് ഗെയിം. പൊളി ഗെയിം. പിന്നെ പൊളി ഗ്രാഫിക്സും ഉണ്ട്, നല്ല കിടലും ഗ്രാഫിക്സും ഉണ്ട്. പിന്നെ മാപ്പ് വലിയ മാപ്പാണ് കേട്ടോ. ഇത് ഇനി ഇപ്പുറത്തേക്കുണ്ട്, ഞാൻ കാണിക്കാത്തതാണ്. ഇപ്പുറത്തേക്ക് കുറേ മാപ്പൊക്കെ ഉണ്ട്. അതായത് കുറേ മാപ്പുണ്ട്. ഇതിൻ്റെ നമ്മൾ ചൂസ് ചെയ്യാനും പറ്റും നമുക്ക്. സിറ്റി 2 ഉണ്ട്, സിറ്റി 1 ഉണ്ട്. അങ്ങനെ ഓഫ് റോഡ് പിന്നെ കുറേ അവൈലബിൾ ആണ്. ഡെസേർട്ട് അങ്ങനെ കുറേ ഈ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വലിയ മാപ്പാണ്, നമുക്ക് ഇഷ്ടംമാതിരി കളിക്കാം. അതുകൊണ്ട് ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം പിന്നെ കുറേ കാറുകളൊക്കെ ഉണ്ട്, നമുക്ക് പിന്നെ മോഡിഫൈ ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ, എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഈ സ്ഥലം എനിക്കറിയാം. ഞാനിത് കണ്ടിട്ടുണ്ട്. മറ്റേ കാറ് സെല് ചെയ്യണ സ്ഥലമില്ലേ, എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ പോകണ്ട, നമ്മൾ സിംഗിൾ പ്ലെയർ ഇട്ടുകൊണ്ട് ഇവിടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ നോക്കി, ഇങ്ങനെ അങ്ങോട്ട് കയറി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ കുറേ പാലങ്ങളൊക്കെ ഉണ്ട്. പാലം ഇവിടെ ഒന്നാമത് വലിയ കയറ്റം പോലെ വഴികളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് ഈ മാപ്പ് ഒന്ന് ഇവിടെ നിർത്താം. ഈ ഒരു മാപ്പ് നമുക്ക് ഇവിടെ നിർത്താം. എന്നിട്ട് വേറൊരു മാപ്പ് എടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ കാര്യം. കാണാം 39,110. ഇത് ഹൈവേ ഒന്നും വേണ്ട, ഡെസേർട്ട് എടുക്കാം. നല്ലത് ഡെസേർട്ട് എടുക്കാം. ഡെസേർട്ട് ആകുമ്പോൾ പിന്നെ നമുക്ക് നോക്കാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന നോക്കാം. വെറൈറ്റി സാധനങ്ങളല്ലേ. അപ്പോൾ ഈ CPM കളിക്കുന്ന ആരിലൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇതാക്കോ, ഞാൻ ഫ്രണ്ടാക്കാൻ നോക്കാം കൂടുതലും. അപ്പോൾ ഞാൻ റൂമൊക്കെ ഇടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് വരാൻ പറ്റുമെങ്കിൽ വന്നോളൂ. എന്താ മറ്റേത് ഇതൊന്നും അതിന് വേണ്ട, പെട്രോൾ അടിക്കൽ. എൻ്റെ പൊന്നോ, എന്നാ പോക്കാ പോയി. അപ്പോൾ ഇതാണ് ഡെസേർട്ട്. ഇത് പക്ഷേ ഇത് കുഴപ്പമില്ല. ജസ്റ്റ് മിസ്. അതാണ് പ്രോ റൈഡറാണ് ഞാൻ, അറിയാലോ. കണ്ട കഴിവുകളാണ് എൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ. ഇത് സൈഡിൽ കുറേ വലിയ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്നാവോ, എനിക്കറിയില്ല. നമ്മളിങ്ങനെ പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ലൂപ്പ്. ശരി, എന്നാ വണ്ടി ഇടിച്ച്
പ്രോ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. മൂഞ്ചി ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇപ്പം അതാ മാസമാണ് വളച്ചെടുത്ത രീതി ഉണ്ട. ഇവിടെ പിന്നെ ഇങ്ങനെയൊരു റോഡാണ്, വലിയൊരു റോഡാണ്. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് എന്നിട്ടുള്ളേ അറിയില്ല. നമ്മൾ നേരെ മാത്രം പോയിട്ട് പോകണമല്ലോ. സൈഡ് മടഞ്ഞ് നോക്കട്ടെ. ഇവിടെ എന്തുകൊണ്ടല്ല, ഇതെന്താ റെയിൽവേ? ഓക്കെ, റെയിൽവേ. അതേ എന്താ ഇത് മറ്റേ പെട്രോൾ അടിക്കുന്ന സ്ഥലമല്ലേ? ഇതെല്ലായിടത്തും ഉണ്ടോ? സ്റ്റക്ക്. എന്താ സ്ഥലം ഇവിടെ ഉള്ളൂ? ഇത്ര ഉള്ളൂ? എനിക്ക് തോന്നുന്നു നമ്മൾ വളവ് എടുത്തുകൊണ്ട് ഇത്ര സ്ഥലം ഉള്ളൂന്നുണ്ട്. ഇത് വീണ്ടും പമ്പ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഇതെന്താ എനിക്ക് തോന്നുന്നു മറ്റേ ഇതാണെന്നുണ്ട്, ഗിയറാന്നുണ്ട്. പ്ലസ്സും മൈനസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം എന്താ ഇത്? പിന്നെ ഈ ഗെയിമിന് ഇത് കൺട്രോളൊക്കെ ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോള് അതിലൊക്കെ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടി. ഡിക്കിയൊക്കെ തുറക്കാൻ പറ്റൂലേ? ഒന്നുകൂടെ തുറന്നോട്ടെ. ഒന്നുമില്ല, അതന്നെ. ഇത് തുറക്കാൻ പറ്റുമോ? നമ്മുടെ ഫ്രണ്ട് ചളങ്ങിയിട്ടുണ്ട്. ഇപ്പം ചുണ്ടൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ലോക്ക് ചെയ്യാനും പറ്റും. നമുക്ക് ലോക്ക് ചെയ്യാനും പറ്റും കേട്ടോ. അങ്ങനെയുണ്ടല്ലേ. ഇവിടെ കുറേ സെറ്റിങ്സ് നല്ലത്. നമുക്ക് പിന്നെ ജെല്ല് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ക്യാമറയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇതാണ് നമ്മുടെ ക്യാരക്ടർ.